എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ കുറച്ച് നാളായല്ലോ കണ്ടിട്ട്, ഇൻട്രോയൊന്നും ഇല്ലാതെയാണ് നമ്മളിപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ഇൻട്രോയൊന്നും ഇല്ലാതെ ഉള്ള പോയിക്കൊണ്ടിരിക്കുന്നത്. നീത റെഡിയാവുന്നത് വരെ നമ്മളിങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ആയിരിക്കും പോകുന്നത്. നമ്മളിന്നൊരു ചിക്കൻ സാൻഡ്വിച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. മുട്ടയും ചിക്കനും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് കിച്ചൂസ് ആണ്. കിച്ചൂസിൻ്റെ കൂടെ ഞാനും കൂടി അസിസ്റ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാൻ നല്ലതാണ്, ലഞ്ചായിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ്, ഈവനിങ്ങിൽ സ്നാക്കായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. ഡിന്നറായിട്ട് ഇത് യൂസ് ചെയ്യാം. ഏത് നേരത്തും നമുക്ക് കഴിക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബ്രെഡ് എടുക്കുമ്പോഴത്തേക്കും ഇന്ന് ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ന് തന്നെയുള്ള ഫ്രഷ് ബ്രെഡ് യൂസ് ചെയ്യാതെ ഒരു ദിവസം പഴക്കമുള്ള ഒരു ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം ആ ബ്രെഡിനൊരു കുറച്ച് ബലം കിട്ടും. ഒരു ദിവസം പഴക്കം വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു സ്ട്രെങ്ത് ഉണ്ടാവും അതിന്. അപ്പോൾ അല്ലെങ്കിൽ ഫ്രഷ് ബ്രെഡ് ആണെങ്കിൽ അതിങ്ങനെ തളർന്നിരിക്കും. അപ്പോൾ ആ തളർന്ന ബ്രെഡ് ഇതിന് യൂസ് ചെയ്യാതെ ഒരു ദിവസത്തെ പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക എല്ലാവരും. കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇൻട്രോ പറയാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീത ഇപ്പോൾ ഇൻട്രോ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാക്ക് പെയിൻ വന്നത് അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, കുറച്ചും കൂടി മാറാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ കുറച്ച് പെയിൻ ഉണ്ടാവും. ഇയാൾക്ക് പെയിൻ കില്ലർ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ആ പെയിൻ്റെ മേളിൽ തന്നെ എനിക്ക് എക്സസൈസ് ചെയ്യണം. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. അന്നേരം ഇൻട്രോ പറയാൻ പറ്റിയ ഒരു അവസ്ഥയല്ല അയാൾക്ക്. അങ്ങനെ നിന്ന് ഇൻട്രോ പറയാൻ ഒരു താല്പര്യമില്ല. അത് കാരണം സൗണ്ട് മാത്രമായിട്ട് നിന്നുകൊണ്ടുള്ള കുക്കിംഗ് ഇത്തിരി പ്ലസന്റ് അല്ലാതെ ആയിരിക്കും അപ്പൊ ഇൻട്രോ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത്തിരി ഇൻട്രോ ഒക്കെ ഇപ്പൊ കുറവായിരിക്കും. എന്നാലും ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് അടുത്ത ദിവസം ഇൻട്രോ പറയിപ്പിക്കും. ഇത്തിരി പ്ലസന്റ് കുറവാണെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് അറിയാം കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ അങ്ങനെ നമുക്ക് അടുത്ത കുക്കിംഗ് ഒക്കെ നമുക്ക് പുറകെ ഇടാം. ഞാനും കിച്ചൂസും നീതയും ഞങ്ങൾ 3 പേര് കൂടിയുള്ള കുക്കിംഗ് ആയിരിക്കും, മാറി. അപ്പോൾ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിനായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചിക്കൻ നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ടിക്കയുടെ മസാല യൂസ് ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മസാല, ഒന്നുമല്ലെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാം. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഏത് മാരിനേഷനും ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റോ ബോൺലെസ് പീസോ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം, 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി കിച്ചൂസിൻ്റെ കുക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത് സൗണ്ട് ഞങ്ങളും കുക്കിംഗ് കിച്ചൂസ് ഉണ്ടാവും. ഇനി അടച്ചു വെക്കാം. ഈ സാൻഡ്വിച്ചിന് പിന്നെ ആവശ്യമുള്ളത് ബ്രെഡ് വേണം, മുട്ട വേണം, ചീസ് വേണം, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും വേണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ. ചിക്കൻ അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് കുക്കായ പീസ് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ 2-3 പ്രാവശ്യം 2 സൈഡിലേക്കും തിരിച്ചിട്ടിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. ഒരു പ്രാവശ്യം മാത്രമല്ല കേട്ടോ തിരിച്ചിടുന്നത്, 2-3 പ്രാവശ്യം തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, ചിക്കൻ കറക്റ്റായിട്ട് കുക്കായി വരുന്നത് വരെ. അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിടാം. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്കാവട്ടെ. ഈ രണ്ടാമത്തെ പീസ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അതും അത് തിക്നെസ് കൂടിയ പീസാണ്.
അപ്പോൾ ചിക്കൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത്രയും സമയം ഒന്ന് ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. മാറിയിട്ടില്ല, ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചൂട് കുറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചൂടുള്ള ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബട്ടർ ചേർക്കണമെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ചീസൊക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് ഫാറ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വെജിറ്റബിൾ ഓയിലിൽ ഫ്രൈ ചെയ്തത്. ഇതേപോലെയുള്ള ഒരു ചെറിയ വലിപ്പമുള്ള പിസ ഇനിയും ചൂടുള്ള സാധനത്തിന്റെ അകത്തോട്ട് വെക്കണം. അതുകൊണ്ട് ചൂട് നോക്കണമെന്നില്ല, പക്ഷെ കൈ. അപ്പോൾ വേഗം നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കണം. നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട്. മഴ പെയ്യോന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് മഴക്കാറുണ്ടാവും, മഴ പെയ്യാറില്ല. അപ്പം ഞങ്ങളിങ്ങനെ മഴക്കാർ കണ്ട് കൊതിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്യാണെങ്കിൽ നമുക്ക് മഴയൊക്കെ എൻജോയ് ചെയ്ത് സാൻഡ്വിച്ചൊക്കെ കഴിക്കാം. മഴ പെയ്തില്ലെങ്കിൽ മഴക്കാർ എൻജോയ് ചെയ്തിട്ട് സാൻഡ്വിച്ച് കഴിക്കാം. അപ്പോൾ ചിക്കൻ ഇതേപോലെ തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഓവറായിട്ട് തിക്കാക്കി കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ബൾക്കായിട്ടിരിക്കും. ഇപ്പോൾ 6 മുട്ടയാണ് ഈ ഓംലെറ്റിന് വേണ്ടി എടുക്കുന്നത്. പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കന് എരിവുള്ളതാണ്, ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മുട്ടയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോ ഓണിയന് ഗ്രീൻ ചില്ലി എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇപ്പൊ സിമ്പിളായിട്ട് ചെയ്യണോണ്ട് അതൊന്നും വേണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി സാൻഡ്വിച്ച് ബ്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ബ്രെഡ്, ഇത്തിരി വലിയ ബ്രെഡ്. പിന്നെ ചീസ് മേടിക്കുമ്പോൾ ഇതേപോലെ ഒരു ഷെയ്ഡുള്ള ചീസാണെങ്കിൽ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും, ഒലീവ്സിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവും. സാധാരണ വൈറ്റ് ചീസ് അത്ര ടേസ്റ്റ് ഇല്ലാത്ത ചീസ്. അപ്പോൾ നമ്മളിപ്പോൾ പാനിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 2 മുട്ടയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ സ്ലൈസ് ചെയ്ത് ആ വലിയ സ്ലൈസ് 2ആയിട്ട് മുറിക്കാം. ഇപ്പം ഇതേപോലെ ഈ സൈഡും തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം. വേഗം ഫില്ലാകാത്ത പോർഷനിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ലാകാത്ത പോർഷൻ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഉടനെ തന്നെ തിരിച്ചിടാം കേട്ടോ. ഇല്ലെങ്കിൽ മുട്ട കുക്കായി പോകും, നമുക്ക് ബ്രെഡ് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ ആകെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. നേരത്തെ പോലെ 2 സ്ലൈസ് മേലും 2 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കും. ഇനി നമുക്ക് ചിക്കൻ വീണ്ടും വെച്ചു കൊടുക്കാം. നമുക്ക് 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തെടുക്കാം. അതൊന്നും ശരിയാക്കാൻ സമ്മതിക്കൂല. മുട്ട ഒന്ന് ഫോൾഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് മടക്കിയെടുക്കാം.
നമ്മുടെ അടുത്ത സാൻഡ്വിച്ചും റെഡിയായി. ഇതുപോലെ 3 സാൻഡ്വിച്ചാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സാൻഡ്വിച്ചും റെഡിയായി കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഒരു സാൻഡ്വിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയി, ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം സാൻഡ്വിച്ചൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കഴിക്കാം, അതുപോലെ തന്നെ വൈകുന്നേരം സ്നാക്കായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സാൻഡ്വിച്ച് വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ്. വെജിറ്റബിൾസ് ചേർത്തിട്ടാണ് പൊതുവേ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ രീതിയിലൊന്നും സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് ചിക്കനും മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് മഴയൊക്കെ എൻജോയ് ചെയ്തിരിക്കട്ടെ. നിങ്ങളും കഴിച്ചിട്ട് അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.